മുൻ മന്ത്രിയും KPCC അധ്യക്ഷനുമായിരുന്ന കമാൻഡർ PP തങ്കച്ചൻ്റെ ദേഹവിയോഗത്തിലൂടെ കേരള രാഷ്ട്രീയത്തിനും കേരളത്തിനും നഷ്ടമായിരിക്കുന്നത് സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ്. അതോടൊപ്പം തന്നെ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സഭയ്ക്ക് ഒരു കാലത്തും മറക്കാൻ സാധിക്കാത്തതാണ്. പ്രത്യേകിച്ച് സഭയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹം മുൻനിരയിൽ തന്നെയായിരുന്നു എപ്പോഴും. ആലുവായിൽ 1970-കളിൽ നടന്ന സഭയുടെ വിശ്വാസ സംരക്ഷണത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായോട് ചേർന്ന് നിന്ന് അദ്ദേഹം നൽകിയ നേതൃത്വവും അദ്ദേഹം അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുമൊക്കെ ഈ സഭയ്ക്കൊരു കാലത്തും മറക്കാൻ സാധിക്കാത്തതാണ്. ആരാധനാ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും എപ്പോഴും അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയായി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള കരുതൽ, സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയുള്ളതായ കാര്യങ്ങളിലെല്ലാം അതിൻ്റെ ആരംഭത്തിനും അതിൻ്റെ പ്രയാണത്തിനുമെല്ലാം അദ്ദേഹം നൽകിയിരിക്കുന്ന സംഭാവനകൾ, ഇതൊക്കെയും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഭാശുശ്രൂഷകളെ ആദരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പാത്രീർക്കീസ് ബാവ അദ്ദേഹത്തിന് ഷെവലിയാർ കമാൻഡർ സ്ഥാനങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലൂടെ യാക്കോബായ സുറിയാനി സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നത് സഭയുടെ വിശ്വസ്തനായ ഒരു പുത്രനെയും അതോടൊപ്പം തന്നെ സഭയുടെ വിശ്വാസത്തിലും സഭയുടെ ആരാധനാ പാരമ്പര്യങ്ങളിലുമെല്ലാം നിഷ്കർഷത പാലിച്ചു കൊണ്ടുവന്ന ഒരു സഭാവിശ്വാസിയും കൂടിയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയാണ് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനത്തിനായി കുവൈറ്റിലേക്ക് പുറപ്പെട്ടത്. അത്രയും ആദരണീയനായ കമാൻഡർ PP തങ്കച്ചൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.